കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, റാന്നി, കോന്നി, തിരുവല്ല, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. 2009 ഈ മണ്ഡലം രൂപീകൃതമായതോടെ ആന്റോ ആന്റണിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 2009 ആന്റോ ആന്റണി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് 1,11,000 വോട്ടുകൾക്കാണ്. എന്നാൽ പിന്നീട് ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. 2019 വീണ ജോർജിനെതിരെ ആന്റോ ആന്റണി വിജയിച്ചത് 44,000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ്. അതിൽ തന്നെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളാണ് അദ്ദേഹത്തിന് 28,000-ലധികം ഭൂരിപക്ഷം നൽകിയത്. ഈ മണ്ഡലത്തിന്റെ രൂപീകരണം മുതൽ തന്നെ ആറന്മുള വിമാനത്താവളം, അതോടൊപ്പം തന്നെ ശബരിമല സ്ത്രീ പ്രവേശനം, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് പ്രാദേശിക വികസന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലും എംപിയുടെ വിലയിരുത്തലും മാത്രമല്ല വന്യജീവി അക്രമവും ഒക്കെയാണ്. ഇത്തവണ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു പാർലമെന്റ് മണ്ഡലമാണ് പത്തനംതിട്ട. കഴിഞ്ഞ തവണത്തിൽ നിന്നും ഏകദേശം 10% പോളിംഗ് പത്തനംതിട്ടയിൽ കുറഞ്ഞു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് സൂചിപ്പിക്കുന്നത്. ഇത്തവണ UDF മത്സര രംഗത്ത് എത്തിയിരിക്കുന്നത് പതിവ് പോലെ തന്നെ ആന്റോ ആന്റണിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിക്കുന്നത് മുൻ ധനമന്ത്രിയും CPM-ന്റെ പ്രമുഖ നേതാവുമായ സഖാവ് TM തോമസ് ഐസക്കിനെയാണ്. എന്നാൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് BJP രംഗത്തിറക്കിയത് AK ആന്റണിയുടെ പുത്രനും BJP-യുടെ ദേശീയ നേതാവുമായ അനിൽ K ആന്റണിയെ ആണ്. ഒരു MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനം ആന്റോ ആന്റണിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം കേട്ടുവരുന്നുണ്ട്. തുടർച്ചയായി 4ാമത്തെ അംഗത്തിനിറങ്ങുന്ന ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും അതോടൊപ്പം തന്നെ വോട്ടർമാർക്കിടയിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ജനകീയനായ രാജു എബ്രാഹത്തെ മത്സരിപ്പിക്കുമെന്നായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല BJP-യുടെ സ്ഥാനാർത്ഥിത്വം സ്വയം ഉറപ്പിച്ച് മുന്നോട്ട് വന്ന PC ജോർജ് അടക്കമുള്ളവർ നിരാശരാകുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് ആന്റോ ആന്റണിയും അനിൽ K ആന്റണിയും സഖാവ് തോമസ് ഐസക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ വേദിയിലേക്ക് പത്തനംതിട്ടയിൽ കടന്നു വന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പത്തനംതിട്ടയിൽ കാണാൻ സാധിച്ചു. അതിന്റെ തെളിവാണ് UDF-ഉം LDF-ഉം അതോടൊപ്പം തന്നെ BJP-യും നിരവധിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ആരോപിച്ച് തങ്ങളുടെ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആന്റോ ആന്റണി കുടുംബശ്രീ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന തൊഴിലാളികളെയും തോമസ് ഐസക് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ വിവിധ റോഡുകളിൽ ആന്റോ ആന്റണിയുടെ ചിത്രം അനാവശ്യമായി പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് തോമസ് ഐസക്കും ഇലക്ഷൻ കമ്മീഷന് ആന്റോ ആന്റണിക്കെതിരെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അനിൽ K ആന്റണിയാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായി ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലുകളും അതിനെ ശരിവെക്കുന്ന രീതിയിൽ PJ കുര്യൻ നടത്തിയ പ്രസ്താവനകളുമൊക്കെ അനിൽ ആന്റണിയെ അല്പം പ്രതിസന്ധിയിലാക്കിയിരുന്നു. തുടക്കത്തിൽ PC ജോർജ് അദ്ദേഹത്തിനെതിരായി ചില പ്രസ്താവനകളൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അനിൽ ആന്റണിയും തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ അല്പം പ്രതിസന്ധി നേരിട്ടിരുന്നു. എങ്കിലും മത്സരം അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ പൊരുതുന്ന കാഴ്ചയാണ് പത്തനംതിട്ടയിൽ കാണാൻ സാധിച്ചത്. പത്തനംതിട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ ആന്റോ ആന്റണി മുൻപ് പൂഞ്ഞാറിന്റെ ഭാഗമായിരുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അദ്ദേഹം കോട്ടയം DCC പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്തനംതിട്ട കോട്ടയം മേഖലയിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ആ പരിചയം തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും രാഷ്ട്രീയമായി പ്രസക്തമാക്കി പത്തനംതിട്ടയിൽ നിർത്തുന്നത്. അതേസമയം തോമസ് ഐസക് പത്തനംതിട്ട ജില്ലയിൽ ഒരു പുതുമുഖമാണ്. അദ്ദേഹം നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളും വിഭാവനം ചെയ്തുകൊണ്ടാണ് പത്തനംതിട്ടയിലേക്ക് മത്സരത്തിലേക്ക് കടന്നു വന്നത്. മാത്രമല്ല അനിൽ ആന്റണി ഒരു ദേശീയ പരിവേഷമുള്ള AK ആന്റണിയുടെ മകൻ എന്ന രീതിയിൽ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിനും കുറച്ചല്ലാത്ത സ്വീകാര്യത ലഭിച്ചു എന്ന് വേണം പറയാൻ. പൊതുവെ UDF-നോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് പത്തനംതിട്ട. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായ കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും, അതായത് 7 നിയമസഭാ സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേരള കോൺഗ്രസ് M UDF വിട്ട് LDF-ലേക്ക് ചേക്കേറിയത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി, റാന്നി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് M-ന്റെ MLA-മാരാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ UDF-നെയും LDF-നെയും ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിരിക്കുന്നത് ക്രൈസ്തവർക്കിടയിലാണ്. ക്രൈസ്തവ വോട്ടുകളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം സമീപകാലത്തായി ഉണ്ടാക്കിയെടുക്കാൻ
BJPക്ക് സാധിച്ചിട്ടുണ്ട്. BJPയുടെ വോട്ട് അതുകൊണ്ട് തന്നെ 2019 കെ സുരേന്ദ്രൻ നേടിയ 2,97,000 വോട്ട് എന്ന് പറയുന്നതിന് അടുത്ത് തന്നെ അനിൽ ആന്റണി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ അനിൽ ആന്റണി ഒരു 2.5 ലക്ഷം വോട്ടിന് അപ്പുറത്തേക്ക് കടന്നു പോവുകയാണെങ്കിൽ അത് UDFിനെയാണോ LDFിനെയാണോ ദോഷകരമായി ബാധിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നിർണായക ശക്തിയായി മാറാൻ പോകുന്നത്, വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നത് അനിൽ ആന്റണിയാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ആര് വിജയിച്ചാലും ഏകദേശം 25,000 വോട്ടിൽ താഴെ മാത്രമായിരിക്കും ഭൂരിപക്ഷം. ഞങ്ങളുടെ ഒരു പഠനത്തിൽ ആന്റണി നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും കടന്നുകൂടാനാണ് സാധ്യത. പത്തനംതിട്ട ജില്ലയിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പത്തനംതിട്ട ജില്ലയെ വൈജ്ഞാനിക കേന്ദ്രമാക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ തോമസ് ഐസക് ആരംഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ തുടക്കത്തിൽ ഇല്ലാതിരുന്ന ഒരു സ്വീകാര്യത തോമസ് ഐസക്കിന് ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൽ ആകമാനം നടത്തിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ 2 കേന്ദ്രങ്ങളിൽ തന്നെ എത്തി നേരിട്ട് പ്രചരണത്തിന് നേതൃത്വം നൽകി. ഇതൊക്കെ കൊണ്ട് ഇടതുപക്ഷം മത്സരത്തിന്റെ തുടക്കത്തിൽ നിന്നും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെ പത്തനംതിട്ടയിൽ പ്രചരണത്തിന് എത്തിച്ചുകൊണ്ട് കോൺഗ്രസും ശക്തമായിട്ടുള്ള പ്രചരണമാണ് കാഴ്ചവെച്ചത്. നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ് എന്നിവരൊക്കെ അനിൽ ആന്റണിക്ക് വേണ്ടി ഇവിടെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. അങ്ങനെ വളരെ രൂക്ഷമായിട്ടുള്ള ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് ഇവിടെ നടന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃത്യമായി നടന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട എന്ന് പറയേണ്ടി വരും. അത് എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടെ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുക. എങ്കിലും ഒരു നേരിയ മുൻതൂക്കം ആന്റണിക്ക് കാണുന്നുണ്ട്. 4ാം തവണയും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ തെളിയുന്നത്.